ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ്. ജനനം 1941 ജനുവരി 18. സുവിശേഷകനായും ഇന്ത്യയിൽ കുഷ്ഠരോഗികളുടെയും ആദിവാസികളുടെയും ഇടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു. തൻ്റെ ഭാര്യ ഗ്ലാഡിസിനോടും മക്കളായ എസ്തേർ, ഫിലിപ്പ്, തിമോത്തി എന്നിവരോടൊപ്പവുമാണ് അദ്ദേഹം ഇന്ത്യയിൽ തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തു വന്നിരുന്നത്. 1965 മുതൽ ഒറീസയിലെ പാവപ്പെട്ട പട്ടികവർഗക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ചും കുഷ്ഠരോഗികളായ ആളുകളുടെ ശുശ്രൂഷയും പരിചരണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രദ്ധ. ഒറീസയിലെ പല ഗ്രാമങ്ങളിലും അവർ കുടുംബമായി പ്രവർത്തിച്ചു. ഒഡിയ ഭാഷ നന്നായി സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കും കുഷ്ഠരോഗികൾക്കും ആശ്വാസവും സന്തോഷവും നൽകിയുള്ള അവരുടെ യാത്രയിലാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ 2 ആമക്കൾക്കും ദാരുണമായ അന്ത്യം കടന്നു വന്നത്. 1999 ജനുവരി 22 അദ്ദേഹം മനോഹർപൂരിലെ ഒരു കോൺഫറൻസിനായി ഒത്തുചേർന്നു. മനോഹർപൂരിലെ ആ സമയത്തെ കഠിനമായ തണുപ്പ് കാരണം അദ്ദേഹവും 2 മക്കളും വാഹനത്തിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. മതപ്രചരണം നടത്തുന്നതായി ആരോപിച്ച് അദ്ദേഹത്തെ ചില ഹിന്ദുത്വ തീവ്രവാദികൾ വാഹനത്തിൽ തീവച്ച് കൊലപ്പെടുത്തി. ഭാര്യയും മകളും ആ സമയത്ത് ആ വാഹനത്തിൽ ഇല്ലാതിരുന്നതിനാൽ അവർ രക്ഷപ്പെട്ടു. എൻ്റെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം എനിക്ക് നൽകിയ പാഠം ക്ഷമിക്കാനും സഹിക്കാനുമാണ്. കർത്താവിൻ്റെ പീഡനങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനാണ്. അതിനാൽ ഗ്രഹാമിൻ്റെ ഘാതകനോട് ഞാൻ ക്ഷമിക്കുന്നു. ഗ്ലാഡിസിൻ്റെ ഈ വാക്കുകളിൽ കാണുന്ന ആ പ്രത്യാശയും സ്നേഹവും ധൈര്യവും ക്ഷമയും സഹനശക്തിയും നമ്മുടെയും ജീവിതത്തിൽ നമുക്കും ഒരു പ്രചോദനമാകട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഫിലിപ്പിയർ 1:21.